ഇന്ത്യ മോദി സർക്കാർ ഭരിച്ചിരുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന മണ്ണും ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ഇതും പാകിസ്ഥാൻ കൊണ്ടുപോയേനെ. പിണറായിയെ എല്ലാവരും മടുത്തു. എല്ലാം വരില്ല. ഇനി സ്വപ്നത്തിൽ വിചാരിക്കാൻ വേണ്ട അവന് വരിയില്ല. പിള്ളേരെ ഓരോന്ന് ക്യാമ്പസ് ഇട്ട് കുത്തിയിട്ടും അവർ പറയണെന്തിനാണ് അവർ SFI കാരല്ല എന്നാണ്. അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു സഖാവിനോടൊപ്പം ഈ കമ്മ്യൂണിസം തീർന്നു. നമസ്കാരം. അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ചോദ്യം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ തുടർഭരണം ഉണ്ടാകുമോ എന്നതാണ്, അല്ലെങ്കിൽ കേരളം ഇനി ആര് ഭരിക്കുമെന്നതാണ്. നമുക്കത് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, ഒരു അഭിപ്രായം അറിയാനാണ്. തുടർഭരണമായിരിക്കും ഇവിടുത്തെ കേരളത്തില്? ഇല്ല മാറ്റം വരും. എന്തുകൊണ്ടാണ് ചേട്ടാ? അതങ്ങനെയാണ്, ഇപ്പോഴത്തെ രീതി അങ്ങനെയാണ്. തുടരായിരിക്കൂല, ഭരണം മാറും. പക്ഷെ ആരാണെന്നുള്ളത് വ്യക്തതയില്ല. അയ്യോ, എന്റെ ജീവിതത്തിൽ ഒരിക്കലും വരൂല. അവർ വരരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. LDF എന്തായാലും വരൂല. LDF വരാനുള്ള ചാൻസ് കുറവാണ്. തുടർ ഭരണം വരാനുള്ള ചാൻസ് കുറവാണ്. പിണറായിയെ എല്ലാവരും മടുത്തു. പിണറായി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭരണവും മടുത്തു. തുടർഭരണം വരാൻ സാധ്യത ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് എൻ്റെ അച്ഛനും അമ്മയൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. പക്ഷേ അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു സഖാവിനോടൊപ്പം ഈ കമ്മ്യൂണിസം തീർന്നു. കാരണം ഇത് ഗുണ്ടായുസവും ഈ ഭയങ്കര പ്രശ്നമുള്ള ഒരു ഇതായിപ്പോയി. ഞാനും SFI പ്രവർത്തനത്തിലൂടെ ഞാനും വന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ BJP ആയി. കാരണം എൻ്റെ ശബരിമല, ഞാൻ വിശ്വാസിയാണ്. ഞാൻ വിശ്വസിക്കുന്ന നമുക്ക് 3 മതസ്ഥർ ഇവിടെ നമ്മുടെ കേരളത്തിൽ മതസ്ഥരുണ്ട്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം. ഈ 3 മതസ്ഥരെ ഞാൻ പൂർണ്ണമായിട്ട് നമ്മൾ അംഗീകരിക്കുകയും അന്യോന്യം അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പക്ഷെ ഇതിനെ ഭിന്നിച്ച് ഭരിക്കുന്ന ഈ 2 പാർട്ടികളുണ്ട്. കോൺഗ്രസും ഉണ്ട്, കമ്മ്യൂണിസ്റ്റും ഉണ്ട്. പക്ഷെ BJP ഇനി വരണം എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ മോദി അത് ഭിന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഞാനും ഭിന്നിപ്പിച്ചിട്ടുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട് BJP കുറിച്ച്. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ വർഗീയ പാർട്ടിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭിന്നിപ്പിച്ച് ഭരിച്ചതാണ് നമ്മുടെ ഈ കോൺഗ്രസ്. പക്ഷേ ഇന്നിപ്പം മോദി സർക്കാർ ഇന്ത്യ മോദി സർക്കാർ ഭരിച്ചിരുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന മണ്ണും ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ഇതും പാകിസ്ഥാൻ കൊണ്ടുപോയേനെ. കാരണം വെച്ചാൽ ഒരു പ്രതിരോധ മന്ത്രി നമുക്ക് ഉണ്ടായിരുന്നു. ആര്? ഒരു നമ്മുടെ കോൺഗ്രസിൻ്റെ നമ്മുടെ AK ആൻ്റണി. അയാൾ മഞ്ഞുമലയിൽ പോയി മിലിറ്ററിക്കാരെ കാണാൻ പോയപ്പോൾ കുഴഞ്ഞു വീണുപോയി. പക്ഷെ അങ്ങനെയല്ല നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ അയാളെന്ന് പറഞ്ഞ മാപ്പ് പുണ്യാത്മാവ് എന്ന് തന്നെ പറയാം. പുണ്യം ചെയ്ത ഒരു വ്യക്തിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തവനാണ്. കാരണം നമ്മൾ ഇന്ത്യയെക്കുറിച്ച് അറിയണമെങ്കിലും അതിൻ്റെ അഭിമാനം ഉണ്ടെങ്കിലും നമ്മൾ അറിയേണ്ടത് ഈ രാജ്യം വിട്ടുപോയി കഴിഞ്ഞാൽ മോദിയെക്കുറിച്ച് ഉള്ള ഇതറിയണം. ഇന്ദിരാജിയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് അത്രയോടെനിക്ക് പറയാനുള്ളൂ. വീണ്ടും തുടർഭരണം വരുമായിരിക്കും? സാധ്യത കുറവാണ്. ഈ ഭരണത്തെക്കുറിച്ച് വളരെയധികം മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് സാധാരണ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ തന്നെ എല്ലാത്തിനും വിലക്കയറ്റം, പിന്നെ ട്രോൾ പിരിവും, അങ്ങനെ ഒരു തരത്തിലും ജനങ്ങളുടെ ജീവിക്കാനുള്ള നമ്മുടെ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോഴും. വീണ്ടും തുടർഭരണം ആയിരിക്കില്ല. കാരണം അത്രയും ജനങ്ങൾ വെറുത്തിരിക്കുകയാണ്. കാരണം ഇത്രയും ഒരു നെറിയിട്ട ഭരണം നമ്മുടെ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തുടർഭരണത്തിന് സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു സർക്കാർ ജീവനക്കാരിയാണ്. അപ്പോൾ കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണം. വീണ്ടും LDF സർക്കാർ വരാൻ സാധ്യതയില്ല. തുടർഭരണം വരാൻ LDF സർക്കാർ അത് വരൂല. എന്തുകൊണ്ടാണ് ചേട്ടാ? അവരുടെ പ്രവൃത്തി കൊണ്ട് അത് വരൂല. എല്ലാം വരൂല. ഇനി സ്വപ്നത്തിൽ വിചാരിക്കാൻ വേണ്ട അവന് വരിയില്ല. LDF ഭരണം 2 വർഷം കിട്ടിയപ്പോഴും ഭരണം വളരെ മോശമായിരുന്നു. മുതലാളിത്തമാണ്. അവരെ അധികാരങ്ങൾ ഉപയോഗിച്ച് അവരുടെ ആൾക്കാർ, അവരുടെ രീതികൾ, അവരുടെ മാത്രം, അവർക്ക് ചിലപ്പോൾ കുടുംബത്തിലുള്ളവർ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാം, ജോലിയുടെ കാര്യത്തിലായാലും ശരി തന്നെ, എല്ലാം അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. അല്ലാതെ ഒരു കാര്യവും കോമൺ എന്നുള്ള നിലയ്ക്ക് അവരിതില്ല. ഇത് കോമൺ ആവശ്യമാണ് എന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ല. ഇല്ല. എന്തുകൊണ്ടാണ്? ഇപ്പൊ കണ്ടില്ലേ നമ്മൾ അനുഭവിക്കുന്നത്. പിള്ളേരെ ഓരോന്ന് ക്യാമ്പസ് ഇട്ട് കുത്തിയിട്ടും അവർ പറയണെന്തിനാണ് അവർ SFI കാരല്ല എന്നാണ് പറയുന്നത്. പിന്നെ ആര് ചെയ്തതെന്ന് പറയട്ടെ. അവരത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരട്ടെ. ഈ പിള്ളേരെയൊക്കെ ഇത്രയും കുത്തിയില്ലേ? അതൊക്കെ ശരിയാണല്ല. പാവപ്പെട്ടവന് ജീവിക്കാൻ നിവർത്തിയുണ്ട്. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം.
ഈ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാം കൊണ്ടും. പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ വയ്യാത്തൊരു അവസ്ഥയായി ഇപ്പോൾ നമ്മളെപ്പോലെ ഓട്ടോക്കാർക്ക്. വീണ്ടും LDF അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? ഇവിടെയോ ആ. ഇന്ന് വരാൻ വരില്ല. സാധ്യതയില്ല. സാധ്യതയില്ല. ഇപ്പോഴത്തെ ഓരോ ഇത് തന്നെ ഓരോ പ്രശ്നം നടക്കുന്നതുകൊണ്ട് ആളുകൾ മടുക്കുന്നു, ഇത്രേ ഉള്ളൂ. കേട്ടില്ലേ, ഇതാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയൊരു പിണറായി കാലം വേണ്ടേ വേണ്ട എന്ന അഭിപ്രായമാണ് ജനങ്ങൾക്കുള്ളത്. സഖാവ് അച്യുതാനന്ദന്റെ ഭരണത്തോടു കൂടി കേരളത്തിൽ കമ്മ്യൂണിസം നശിച്ചു എന്ന അഭിപ്രായമാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. മോദി സർക്കാർ അധികാരത്തിലേറിയത് കൊണ്ട് മാത്രമാണ് സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ കേരളത്തിൽ കഴിയുന്നത് എന്നും, അല്ല എങ്കിൽ നേരത്തെ തന്നെ പാകിസ്ഥാനികൾ നമ്മുടെ ഭൂമി കയ്യേറിയേനെ എന്ന അഭിപ്രായമാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു BJP ഭരണത്തിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. എന്തായാലും പിണറായി വിജയൻ അല്ലെങ്കിൽ ഇടത് സർക്കാർ കേരളം ഇനി ഭരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്.